Hello all, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമിയുടെ സ്മാർട്ട് പ്ലഗ് ആണ് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ചാനലിൽ കൂടെ മുമ്പ് ഞാനൊരു സ്മാർട്ട് ഡിവൈസ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സ്മിച്ച് എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് ബൾബ് ആയിരുന്നു അത്. ഒരു സ്മാർട്ട് ഹോം സെറ്റപ്പിന് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും ബേസിക് ആയിട്ടും വാങ്ങാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് സ്മാർട്ട് ബൾബും അതുപോലെ തന്നെ സ്മാർട്ട് പ്ലഗും. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്മാർട്ട് പ്ലഗിൻ്റെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതാണ് റിയൽമിയുടെ സ്മാർട്ട് പ്ലഗ്. ഈ സ്മാർട്ട് പ്ലഗിന് 5 ലെയർ ഓഫ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 750 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 6 ആമ്പിൻ്റെ സ്മാർട്ട് പ്ലഗ് ആണ്. അതായത് വലിയ ഹൈ ലോഡ് എടുക്കുന്ന ഡിവൈസ് ഒന്നും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് AC, ഫ്രിഡ്ജ്, TV അങ്ങനെയുള്ള ഡിവൈസസ് കണക്ട് ചെയ്യാൻ നമുക്ക് ഇത് പോരാ. അതിനായിട്ട് 16 ആമ്പിൻ്റെ പ്ലഗ് നമുക്ക് മേടിക്കേണ്ടി വരും. ഹൈ ലോഡ് എടുക്കുന്ന ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന 16 ആമ്പിൻ്റെ സ്മാർട്ട് പ്ലഗ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് 6 ആമ്പിൻ്റെ ഡിവൈസാണ്. സോ ഇതിൽ നമുക്ക് ചെറിയ ഡിവൈസസ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ ഇലക്ട്രിക് കെറ്റിൽ അങ്ങനെയുള്ള ചെറിയ ഡിവൈസസ് നമുക്കിതിൽ കണക്ട് ചെയ്യാം. ബോക്സിനകത്ത് നമുക്ക് റിയൽമിയുടെ സ്മാർട്ട് പ്ലഗും പിന്നെ ഒരു യൂസർ മാനുവലാണ് വരുന്നത്. ഈ യൂസർ മാനുവലിനകത്ത് നമുക്ക് ഒരു QR കോഡ് കാണാം. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും റിയൽമി വൈഫൈ സ്മാർട്ട് പ്ലഗ് 6 ആമ്പിയറിൻ്റെ ആണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പെയർ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ RealMe Link എന്നുള്ള ആപ്പ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ എഗ്രി കൊടുക്കുന്നു. വേണ്ട പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്നു. കൺട്രി സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനിലാണ് വരുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ടേൺ ഓൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പേജിലോട്ടാണ് വരുന്നത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് കോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആ ഗെറ്റ് കോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ. നമുക്കൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ രജിസ്റ്റർ ആൻ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാനങ്ങനെ വെരിഫൈ ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പ്ലസ് അടിക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ സ്കാനിങ് ഫോർ നിയർ ബൈ ഡിവൈസസ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് പ്ലഗ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈഫൈയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതുപോലത്തെ സ്ക്രീനിലാണ് വരുന്നത്. കണക്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ കണക്റ്റ് ആവും. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫോൺ ചാർജറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടേൺ ഓഫ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ടേൺ ഓൺ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് കാണാം ചാർജിങ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടെ ടേൺ ഓഫ് ചെയ്ത് കാണിക്കാം. കണ്ടോ? ഇത് വൺസ് ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ്, അതായത് സ്മാർട്ട് പ്ലഗ് മാത്രം നമ്മുടെ വൈഫൈയുടെ റേഞ്ചിലുണ്ടായാൽ മതി. ഇപ്പോൾ ഈ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ നമ്മുടെ മൊബൈൽ ഡാറ്റയിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമുക്ക് ടൈമർ എന്നുള്ള ഓപ്ഷൻ നോക്കാം. ടൈമർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടൈമർ എനേബിൾ ചെയ്യുക. ഡിവൈസ് വിൽ ടേൺ ഓഫ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സ് ആണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. അതല്ലാതെ 20 മിനിറ്റ്സ് ഉണ്ട്, 30 മിനിറ്റ്സ് ഉണ്ട്, 60 മിനിറ്റ്സ് ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ടും കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ്സ് കൊടുക്കുന്നു. കൺഫേം കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ടൈമറിൻ്റെ മേലെ 2 മിനിറ്റ്സ് ചാർജിങ്ങിലാണ് ബ്ലൂ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ടേൺ ഓഫ് ആകണം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി ഉള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ടേൺ ഓഫ് ആകും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തപോലെ ഇത് ടേൺ ഓഫ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഷെഡ്യൂളിനുള്ള ഓപ്ഷൻ നോക്കാം. ഷെഡ്യൂളിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ആഡ് നൗ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ടേൺ ഓൺ അറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടൈം കൊടുക്കാം. അവേഴ്സിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 24 അവേഴ്സിലാണ്. അപ്പോൾ ഞാനിപ്പോൾ 0 അവർന്ന് കൊടുത്തു. കറൻ്റ്ലി രാവിലെ 12:15 സോ ഞാനിവിടെ മിനിറ്റ് 17 കൊടുത്തു. അതായത് രാവിലെ 12:17 ആകുമ്പോഴേക്കും ഇത് ടേൺ ഓൺ ആണ്. എന്നിട്ട് നമ്മളിവിടെ മേലെ സേവ് കൊടുക്കണം. സേവ് കൊടുത്തില്ലെങ്കിൽ ഈ ഷെഡ്യൂൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്യത്തില്ല, സേവ് ആകത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ 12:17 ആകുമ്പോഴേക്കും ഇത് ടേൺ ഓൺ ആകണം. അപ്പോൾ ഇത് കറൻ്റ്ലി ടേൺഡ് ഓഫ് ആണ്. ഇവിടെ ബ്ലൂ ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം ഷെഡ്യൂൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് കാണാം ഈ നെറ്റ്വർക്കിൻ്റെ ലാറ്റൻസി കാരണം ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് വരെ ഡിലേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഷെഡ്യൂൾ ചെയ്തതുപോലെ 12:17 ആയപ്പോഴേക്കും ടേൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ടേൺ ഓഫ് ആകേണ്ട ടൈമും നമുക്കിതുപോലെ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. ഏതൊക്കെ ദിവസങ്ങളിലാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഷെഡ്യൂൾ. അപ്പോൾ അങ്ങനെയും നമുക്കിത് സെലക്ട് ചെയ്തിട്ട് സേവ് ആക്കാം.
അതുപോലെ നമുക്ക് പല ഷെഡ്യൂൾസും നമുക്കിതുപോലെ ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയായിരുന്നു ഇതിനകത്ത് സെറ്റിങ്സ്. നമുക്കിവിടെ മേലെ 2 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ സെറ്റിങ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ അഡീഷണൽ സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ കാണാം ആഫ്റ്റർ പവർ റിസ്റ്റോർഡ്. ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഓഫ് ദ പ്ലഗ് ആഫ്റ്റർ പവർ ഈസ് റിസ്റ്റോർഡ്. ടേൺ ഓൺ ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റിൽ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് കറണ്ട് വരുന്ന ടൈമിൽ ഇത് ഏത് സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേറ്റിലേക്ക് തന്നെ പോകണം എന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അതല്ലാതെ നമുക്കിപ്പോൾ ഇത് കറണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇത് ഓഫായാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കിതിവിടെ ഓഫ് കൊടുക്കാം. നോർമലി ഇത് റെസ്യൂം പ്രീവിയസ് സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫേം വെയറിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വേർഷൻ അപ് ടു ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഡിവൈസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഈ ഡിലീറ്റ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഈ ഒരു സ്മാർട്ട് പ്ലഗ് നമുക്ക് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്തോ അല്ലെങ്കിൽ ടൈമർ വെച്ചിട്ടോ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അതല്ലാതെ നമുക്ക് റിമോട്ടായിട്ട് നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തായിരിക്കുന്നെങ്കിൽ നമുക്കിതുപോലെ ആപ്പ് വഴി നമുക്ക് കയറിയിട്ട് നമുക്കിത് മാനുവലി ടേൺ ഓഫ് ചെയ്യുകയും ടേൺ ഓൺ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഇനീഷ്യൽ സെറ്റപ്പിൻ്റെ ടൈമിൽ മാത്രം ഈ ഒരു ഡിവൈസും അതായത് നമ്മുടെ ഫോണും നമ്മുടെ സ്മാർട്ട് പ്ലഗും ഒരേ വൈഫൈ നെറ്റ്വർക്കിലാകണം എന്ന് മാത്രമേ ഉള്ളൂ. വൺസ് ഇത് കോൺഫിഗറേഷൻ മൊത്തം കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് പ്ലഗ് മാത്രം വൈഫൈയുടെ റേഞ്ചിലുണ്ടായാൽ മതി. നമുക്കിപ്പോൾ മൊബൈലിൽ നമുക്കിപ്പോൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല ഇതുപോലെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്മാർട്ട് പ്ലഗിൻ്റെ 1-2 യൂസ് കേസ് സിനറിയോസ് ഞാൻ പറയാം. ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ നമ്മൾ പുറത്ത് സ്റ്റാർ ഇടുകയും അതുപോലെ ട്രീയിൽ ലൈറ്റ് ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ലൈറ്റ് ഓൺ ആക്കുകയും ലൈറ്റ് ഓഫ് ആക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നീട് നമ്മളത് മടി പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് പ്ലഗ് യൂസ് ചെയ്യാം. ഈ സ്മാർട്ട് പ്ലഗിൽ നമ്മൾ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ട് ആ എക്സ്റ്റൻഷനിൽ നമ്മൾ സ്റ്റാറും ലൈറ്റൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്യാം. അതായത് ടൈമർ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ഇന്ന ടൈമിൽ, അതായത് ഇപ്പോൾ രാത്രി 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മാനുവലി പോയി സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യേണ്ട. ഇത് ഡെയിലി ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. അപ്പോൾ അതൊരു യൂസ് കേസ് സിനറി ആയിട്ട് പറയാം. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പം ഉടനെ തന്നെ എനിക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ടീയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ 6 മണിക്ക് എണീക്കാനാണ് അലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് പ്ലഗിൽ നമ്മളൊരു ഇലക്ട്രിക് കെറ്റിൽ കണക്ട് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിടുക. എന്നിട്ട് 5:50 അല്ലെങ്കിൽ 5:52 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളിത് ടേൺ ഓൺ ആകുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് 5:52 ആകുമ്പോഴേക്കും വെള്ളം തിളച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴേക്കും ചൂടുവെള്ളം റെഡി. അപ്പോൾ ആ ചൂടുവെള്ളത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു ടീ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ ടീം റെഡി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് വെച്ച് നടക്കും. അതുപോലെ തന്നെ വേറെ യൂസ് കേസ് സിനറി പറയാം. നമ്മളിൽ പലരും രാത്രി കിടക്കാൻ നേരത്താണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഇടാറ്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും, ഇത് കുറേ സമയം ചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് രാവിലെ വരെ ഇത് ചാർജറിൽ കിടന്നു കഴിഞ്ഞാൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാകുമെന്ന്. അപ്പോൾ ആക്ച്വലി അങ്ങനെ സംഭവിക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജർ ഒരു സ്മാർട്ട് പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ചാർജ് ചെയ്യാം. അതായത് രാത്രി 2 മണി തൊട്ട് രാവിലെ 5 മണി വരെ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെളുപ്പിനെ 2 മണിയാകുമ്പോഴേക്കും ഫോൺ ചാർജ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് കറക്റ്റ് 5 മണിയാകുമ്പോൾ ഇത് ടേൺ ഓഫ് ആകും. അപ്പോഴത്തേക്കും ചാർജിങ് തീരും. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും ഫോണിന് ഫുൾ ചാർജ് ഉണ്ടാവും. റിയൽമിയുടെ സ്മാർട്ട് പ്ലഗ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ റിയൽമിയുടെ സൈറ്റിൽ നിന്നോ വാങ്ങാം. 799 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ കീപ് സപ്പോർട്ടിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.